I start averaging 4 viewers. Week 3, 8 viewers. Week 4, 20 viewers. Speed is a superstar. Superstar 100%. Is a superstar. So I think he's the most famous influencer He is. right now. I think he might be one of the most famous people alive. iShowSpeed. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വട്ടമെങ്കിലും കേട്ടിരിക്കുന്ന ഒരു പേരാണ് iShowSpeed. A YouTube star with 33 million followers has caused absolute chaos on the Gold Coast. Police had to. പക്ഷെ ആരാണ് ഈ iShowSpeed എന്ന വ്യക്തി? എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു യൂട്യൂബറായി മാറിയത്? I kind of gave up on school. I kind of gave up on everything that I had to my old life and just put everything onto my stream. I streamed every day. വെറും 16 വയസ്സ് മാത്രമുള്ള പ്രായത്തിൽ 47 കോടി രൂപ വരെയാണ് അദ്ദേഹം ഒരു വർഷം സമ്പാദിച്ചു കൊണ്ടിരുന്നത്. ഇതെല്ലാം തുടങ്ങിയത് വെറും ഒരു സൂപ്പർ ചാറ്റിലാണെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വർഷം 2005 ജനുവരി 21. അമേരിക്കയിലെ ഒഹായോ എന്ന സിറ്റിയിലെ സിനറ്റ് എന്ന നഗരത്തിലാണ് iShowSpeed ജനിച്ചത്. സ്പീഡ് ഒരു മിഡിൽ ക്ലാസ് അമേരിക്കൻ ബ്ലാക്ക് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ അമ്മയുടെ കൂടെയായിരുന്നു ഈ സ്പീഡ് ജനിച്ചു വളർന്നത്. സ്പീഡ് ചാനൽ തുടങ്ങിയത് 2016 2018 വരെ സ്പീഡ് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അങ്ങനെ 2020 കോവിഡ് സമയത്ത് ഈ സ്പീഡ് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യ ദിവസങ്ങളിൽ സ്പീഡിൻ്റെ കാഴ്ചക്കാർ 1-2 പേരായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ 2 പേര് 5 പേരായി, ആ 5 പേര് 10 പേരായി. ഇതുകൊണ്ടൊക്കെ തന്നെ സ്പീഡിന് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സ്ട്രീമിംഗ് മാത്രം സ്പീഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ സ്പീഡ് എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ തന്നെ ആയിരുന്നു. വെറുതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുക, ക്യാമറയിലോട്ട് എടുത്തിട്ട് ചാടുക, ഇങ്ങനെയൊക്കെയായിരുന്നു iShowSpeed സ്ട്രീമിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് സ്വയമായിട്ട് 6 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് ഫാൻസ്, സാധാരണ ഒരു ഫേമസ് സ്ട്രീമറിന് ലഭിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ അതല്ല, ഇതൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മനസ്സിൽ സ്പീഡ് എന്നത് വെറും ഒരു ശബ്ദം ഉണ്ടാക്കി ഗെയിം കളിച്ച് നടക്കുന്ന ഒരു മകനായിട്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ അവൻ്റെ അമ്മ സ്ട്രീം ചെയ്യുന്നതിന് വളരെ എതിരായിരുന്നു. ഇത് തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോൾ അവൻ്റെ അമ്മ സ്പീഡിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 19 വയസ്സിൽ വീട് വിട്ടിറങ്ങിയ സ്പീഡ് ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അവൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അവൻ്റെ അമ്മയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ സ്പീഡിന് സ്ട്രീം ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കുന്നു. സ്പീഡിന് സ്ട്രീം ചെയ്യുമ്പോൾ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലം പോയിക്കൊണ്ടിരുന്നത്. സ്ട്രീം ചെയ്യുന്ന സ്പീഡിനും വീഡിയോ കാണുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാർക്കും അറിയില്ലായിരുന്നു അത് വെറും ഒരു സാധാരണ ഡൊണേഷൻ ആയിരുന്നുവെന്ന്. £1.79 through Super Chat. What soccer football team do you support? Cristiano Ronaldo, Suey. വൈ? സോ ലോകത്തെ സംബന്ധിച്ച് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് അല്ല, അതൊരു റിലീജിയൻ ആയിട്ടാണ് കാണുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, ബ്രസീൽ, അർജന്റീന, എന്തിനേറെ പറയണം, നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് അതൊരു കളിയല്ല, അത് അവരുടെ ചോരയുടെ ഭാഗമാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് ഈ സ്പീഡിൻ്റെ ജീവിതം മാറുന്നത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡിൻ്റെ ഇൻഫ്ലുവൻസ് അമേരിക്കയിൽ മാത്രമായിരുന്നില്ല. എപ്പോഴാണോ അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞത്, ലോകം മൊത്തം സ്പീഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. അങ്ങനെ സ്പീഡിൻ്റെ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാം റോക്കറ്റ് പോലെ വളർന്നു. ലോകമൊട്ടാകമുള്ള ഫുട്ബോൾ ആരാധകർ സ്പീഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, സ്പീഡിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഫുട്ബോൾ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സ്പീഡ് പിന്നെ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു. കൂടുതൽ സമയത്തും അദ്ദേഹം ഫുട്ബോൾ പോലുള്ള വീഡിയോ ഗെയിംസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രീമുകളിൽ ചെയ്തിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാർ ഇത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയിലും സ്പീഡിൻ്റെ കടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയോടുള്ള ആരാധനയും. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ പ്ലെയർ. ഏതൊരു ഫുട്ബോൾ ആരാധകരും
ഒരു വട്ടമെങ്കിലും കേട്ടിരിക്കുന്ന പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പലർക്കും ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ പ്ലെയർ അല്ല, അവർ ആരാധിക്കുന്ന ഒരു ദൈവം പോലെയാണ്. പിന്നീട് അങ്ങോട്ട് സ്പീഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ ജെയ്സി ഇടുന്നു, ഐക്കോണിക് സെലിബ്രേഷൻ ചെയ്യുക, അദ്ദേഹത്തിന്റെ ചിത്രം ടാറ്റു അടിക്കുക, അദ്ദേഹത്തിന്റെ ഫാൻസുമായി കൂടുതൽ സമയം ചെയ്യുക, ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം പിന്നീട് അങ്ങോട്ട് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലോകം മൊത്തമുള്ള ഫുട്ബോൾ ആരാധകർക്ക് മനസ്സിലായി സ്പീഡ് റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകരാണെന്ന്. പക്ഷേ സ്പീഡ് ഒരു സാധാരണ ആരാധകനായിരുന്നില്ല, മറിച്ച് സ്പീഡിൻ്റെ ആ ആരാധന ഒരു ഒബ്സഷനായി മാറി. ദിവസം കൂടുന്തോറും സ്പീഡിൻ്റെ ആ ഒബ്സഷൻ കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു. വൈകാതെ തന്നെ ആ ഒബ്സഷൻ ഒരു ചേസിംഗ് ആയി മാറി. 2022 ഖത്തർ വേൾഡ് കപ്പ് മുതൽ സൗദി അറേബ്യയിലെ ഫുട്ബോൾ വരെ അദ്ദേഹം കാണുകയുണ്ടായി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആരാധകരുമായി അദ്ദേഹം കൊട്ടി ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം അദ്ദേഹത്തിന് ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല. സ്പീഡിനെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങനെയെങ്കിലും റൊണാൾഡോ അറിയണമായിരുന്നു എന്നായിരുന്നു. സ്പീഡ് ഒരു ലോകം അറിയുന്ന ഒരു യൂട്യൂബർ മാത്രമായിരുന്നില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫേമസ് ഫുട്ബോൾ പ്ലെയറിന്റെ ഏറ്റവും വലിയ ആരാധകനും കൂടിയായിരുന്നു. ഇതൊക്കെ കാണുന്ന സ്പീഡിന്റെ ആരാധകരും ലോകം മൊത്തം ഒരു വട്ടമെങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് സ്പീഡ് അദ്ദേഹത്തിന്റെ ഹീറോയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന്. വെറും 4 ചുമരിനുള്ളിലെ വീഡിയോ ഗെയിം കളിച്ച് മാത്രം കഴിയേണ്ട ഒരു ക്രിയേറ്റർ ആയിരുന്നു ഐഷോ സ്പീഡ്. പക്ഷേ ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിയത് രാജ്യത്തിൽ നിന്ന് രാജ്യത്തിലോട്ട്, സിറ്റികളിൽ നിന്ന് സിറ്റിയിലോട്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തേടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ജൂൺ 17, 2023 പോർച്ചുഗലിന്റെയും ബോസ്നിയയുടെയും 2024 യൂറോ കപ്പ് കാണാൻ സ്പീഡ് പോർച്ചുഗലിലെത്തി. അന്ന് പോർച്ചുഗൽ 3-0 ഒരു മികച്ച വിജയം കൈവരിച്ചു. അങ്ങനെ അന്ന് ആ സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് ഗാരേജിൽ വെച്ച് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിൽ കാണുകയുണ്ടായി. Oh my God, I love you, bro. Bro, yes, bro. Hey, I love you, bro. Now I'm a big fan, bro. Ronaldo, I got you right here. Hey, wait, Suey. Ronaldo, Suey. I love you, bro. സ്പീഡിനും അറിയില്ലായിരുന്നു, ലോകത്തിനും അറിയില്ലായിരുന്നു ഇതിൻ്റെ ശേഷം സ്പീഡിനെ എന്തായിരിക്കും സംഭവിക്കുക എന്ന്. പിന്നീട് അങ്ങോട്ട് സ്പീഡിനെ മനസ്സിലായി ഇനി അങ്ങോട്ട് താൻ സാധാരണ യൂട്യൂബർ അല്ലെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണെന്ന്. അങ്ങനെ സ്പീഡ് ലോകം മൊത്തം നടന്ന് സ്ട്രീമിംഗ് ചെയ്യാൻ തുടങ്ങി. ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ ആരാധകർ സ്പീഡ് പോകുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ജപ്പാൻ മുതൽ ഇന്ത്യ, ബ്രസീൽ, UK ഇങ്ങനെയുള്ള വലിയ രാജ്യത്തെല്ലാം സ്പീഡ് പോവുകയുണ്ടായി. പോകുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകരണം തന്നെ ലഭിച്ചു. പക്ഷെ ഇതെല്ലാം ഒരു യാത്ര ആയിരുന്നില്ല. സ്പീഡ് ഒരു രാജ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ പഠിക്കുക, അവിടെ ഉള്ളവരെ പോലെ ഡ്രസ്സ് ധരിക്കുക, അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കുക, ഇതൊക്കെയായിരുന്നു സ്പീഡിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇതുകൊണ്ടൊക്കെ തന്നെ സ്പീഡ് ഒരു രാജ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും സ്പീഡിനെ കാണാൻ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ വരുമായിരുന്നു. അങ്ങനെ 2024 ഒരു സമ്മർ സമയത്ത് ഒരു വലിയ ചലഞ്ച് സ്പീഡ് ഏറ്റെടുക്കുകയായിരുന്നു. 18 രാജ്യങ്ങൾ 30 ദിവസം കൊണ്ട്. ജർമ്മനി മുതൽ പോളണ്ട്, യൂറോപ്പിലെ പകുതിയിലേറെ രാജ്യങ്ങളും അദ്ദേഹം കാണാനിറങ്ങി. അങ്ങനെ പോളണ്ടിന്റെ തെരുവുകളിൽ ഫുട്ബോൾ കളിച്ച്, റോമിലെ കൊളോസിയത്തിനുള്ളിൽ ബ്ലാക്ക് ഫ്ലിപ്പ് അടിച്ച്, എന്തിനേറെ പറയണം, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയ ഇബ്രാഹിമോവിച്ചിന്റെ കൂടെ ഫുട്ബോൾ കളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ടൂർ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്പീഡ് വീണ്ടും ഇന്റർനെറ്റ് തകർത്തു. 25 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്പീഡിന് 27 മില്യൺ സബ്സ്ക്രൈബേഴ്സായി. അതും വെറും ഒരു മാസത്തിനുള്ളിൽ മാത്രം അദ്ദേഹത്തിന് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടി വന്നത്. ഇതെല്ലാം ഒരു സാധാരണ യൂട്യൂബർ സംബന്ധിച്ച് വെറും ഒരു സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു. ഇത് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർ വളർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഈ സമയത്ത് യൂറോപ്പിൻ്റെ പകുതിയിലേറെ രാജ്യങ്ങളും സ്പീഡിലോട്ടായിരുന്നു അവരുടെ ശ്രദ്ധ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ രാജ്യമായ നോർവേയിൽ അത് സംഭവിച്ചു. എല്ലാ ദിവസത്തെയും പോലെ സ്പീഡ് നോർവേയിലെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഒരു സുമിനീർ വിൽക്കുന്ന കടയിലോട്ട് ചെല്ലുകയായിരുന്നു. വെറും 9 മിനിറ്റിനുള്ളിൽ മൊത്തം ടൗണും ആരാധകർ കൊണ്ട് നിറഞ്ഞു. അതൊരു ചെറിയ സംഭവമായിരുന്നില്ല. So we gonna go to Norway, chap. We're here in Norway right now. Appreciate that $5 donation. I ain't so late. Hey, you already know what time it is. Where's that? Upstairs, you can go. It's upstairs? Nah, Chad, this is bad. I'm about to go out there swinging, bro. I'm about to go out there swinging. What the fuck? Hey.
പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. 10ഓളം വരുന്ന അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് പോലും താങ്ങി നിർത്തുന്നതിലും പുറമായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർ അവിടെ വന്നു ചേർന്നത്. അങ്ങനെ 1 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം ആ കടയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ ആരാധകർ സ്പീഡിനെ അങ്ങോട്ട് പുതഞ്ഞു. എല്ലാവർക്കും സ്പീഡിന്റെ ഒരു കഷ്ടമായിരുന്നു വേണ്ടത്. കയ്യുന്തോറും അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ തൊപ്പിയെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ഫോൺ വലിച്ചെടുക്കുന്നു. എന്തിനേറെ പറയണം, അദ്ദേഹത്തിൻ്റെ മുടി പറിച്ചെടുത്ത് അത് eBay എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ ആരാധകർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം സ്പീഡ് വലിയ ഒരു പാഠമായിരുന്നു നോർവേയിൽ പഠിച്ചത്. അങ്ങനെ അതായിരുന്നു സ്പീഡിൻ്റെ യൂറോ ടൂറിലെ ആദ്യത്തെയും അവസാനത്തെയും രാജ്യം. ഈ ഒരു സമയത്ത് സ്പീഡ് യൂട്യൂബിൽ മാത്രമായിരുന്നില്ല. സ്പീഡിൻ്റെ ആ ഇൻഫ്ലുവൻസ് മറ്റു എല്ലാ സോഷ്യൽ മീഡിയയിലോട്ടും കത്തിപ്പടർന്ന് പിടിക്കുകയായിരുന്നു. യൂട്യൂബ് മുതൽ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെ പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും സ്പീഡ് വൈറലായിക്കൊണ്ട് തന്നെ ഇരുന്നു. മൊത്തത്തിൽ 2.5 ബില്യൺ വ്യൂസാണ് സ്പീഡിന് യൂറോപ്പ് ട്രിപ്പിൽ നിന്ന് മാത്രം ലഭിച്ചത്. അങ്ങനെ ലോകം മൊത്തം സ്പീഡിൻ്റെ കാഴ്ചക്കാരായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്പീഡ് ഒരു സാധാരണ സ്ട്രീമർ ആയിരുന്നില്ല. എന്ത് വീഡിയോ ചെയ്യണം, എങ്ങനെ വീഡിയോ ചെയ്യണം, എപ്പോൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം സ്പീഡിന് ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. അടുത്ത സ്പീഡിൻ്റെ ടൂറ് സൗത്ത് ഏഷ്യയിലോട്ടായിരുന്നു. സ്പീഡിനെ സംബന്ധിച്ച് ഈ ഒരു ടൂറ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സ്പീഡിന് അറിയില്ലായിരുന്നു ഒരു ടൂർ സ്പീഡിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമായിരുന്നു എന്ന്. മലേഷ്യൻ രാജകുമാരൻ നേരിൽ കാണുന്നു. ലോക്കൽ ഫിലിപ്പീൻസുമായിട്ട് സ്പീഡ് ബോക്സിങ് ചെയ്യുന്നു. തായ്ലാൻഡ് ആനയുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. അവിടുത്തെ ഏറ്റവും രുചികരമായ ഫുഡ് കഴിക്കുന്നു. അവിടെയുള്ള ലോക്കൽസുമായി അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നു. ഈ ടൂറിലെ സ്പീഡിൻ്റെ 6ാമത്തെ രാജ്യമായിരുന്നു കംബോഡിയയിൽ എത്തിയപ്പോൾ സ്പീഡിന് 30 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുകയായിരുന്നു. Boys and girls. Hey, Cambodia, I need everybody in the chat. No. Where's my sub? Oh my God, we about to hit it. Oh my God, 500 subs. 300 subs. Oh my God, 150. ശരിക്കും റെക്കോർഡുകൾ തകർത്തത് ഇന്തോനേഷ്യയിലായിരുന്നു. സ്പീഡിന് ലൈവായിട്ട് 1 മില്യൺ കാഴ്ചക്കാരായിരുന്നു ഇന്തോനേഷ്യയിലെ സ്ട്രീമിൽ ലഭിച്ചത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്തോനേഷ്യ സ്പീഡിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ പിടിക്കുകയായിരുന്നു. പതിനാറാം വയസ്സിൽ എന്തിനോ തുടങ്ങിയ യൂട്യൂബ് ചാനൽ, സ്ട്രീമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാതെ തുടങ്ങിയ സ്പീഡ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷകരുള്ള ഒരു വ്യക്തിയായി മാറി. ബേസിക്കലി സ്പീഡ് ഈസ് ബിക്കം ദി മോസ്റ്റ് വാച്ച്ഡ് പേഴ്സൺ ഇൻ ദ ലൈവ് ഇൻ യൂട്യൂബ്. പിന്നീട് അങ്ങോട്ട് ലോകം മൊത്തം മാറുന്ന ഒരു സ്ട്രീമറായി മാറുകയായിരുന്നു ഐഷോ സ്പീഡ്. എല്ലാ രാജ്യത്തും കറങ്ങി നടക്കുന്നത് മാത്രമായിരുന്നില്ല. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സ്പീഡുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നൊഹ ഹൈലസ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സ്പോർട്സ്മാൻ ആയിരുന്നു. ഇന്ന് നൊഹ ഹൈലസിൻ്റെ കൂടെ ഓട്ട മത്സരം നടത്തുകയാണെങ്കിൽ പിറ്റേ ദിവസം UEFA ചാമ്പ്യൻസ് ലീഗിലെ റിപ്പോർട്ടർമാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരിക്കും. 1 വർഷം കൊണ്ട് സ്പീഡിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അങ്ങനെ നവംബർ മാസം സ്പീഡ് ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡ് എന്ന് വലിയ 2 രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഡിസംബർ 8, 2024 ഏറ്റവും നല്ല സ്ട്രീമർ എന്നുള്ള അവാർഡ് സ്പീഡിന് നൽകുകയുണ്ടായി. ഈ ഒരു സമയത്ത് സ്പീഡിന് 35 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. And the Streamer of the Year award goes to iShowSpeed. ഒരു സമയത്ത് സ്പീഡിനെ വെറുത്തവരെല്ലാവരും ഇപ്പോൾ സ്പീഡിൻ്റെ കാഴ്ചക്കാരാണ്. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ക്യാമറയിൽ നോക്കി വെറുതെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്ന ഒരു 16-കാരനല്ല. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ലോകം മൊത്തം അറിയുന്ന ഒരു വലിയ യൂട്യൂബറാണ്. You know, this award means a lot to me. You know, I really fell in love. You know, cameraman, my mom, my dad, the countries that allow me to, you know, stream in them places. You know, I want to thank everybody. You know, this award means a lot to me. You know, I really fell in love with this game of streaming. Streaming really allowed me to express myself in so many ways and just show who I am. Right now,
I have 5.9 thousand subs right now. I wonder how much subs I have later. You okay? Peace out. To the person I'm talking to 3 years later, You okay? I don't know what's gonna happen. So 3 years later, so it's gonna be 2000. What's today? 2024.